പൂക്കളുടെ വർണ്ണക്കുട ചൂടി വീണ്ടും ഒരു ചെറി വസന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ജപ്പാൻ. നോക്കുന്നിടത്തെല്ലാം ചെറി പൂക്കളാണ്. നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ആഘോഷനാളുകൾ. കനത്ത മഞ്ഞ് വീഴ്ച തടസ്സമാകുന്നുണ്ടെങ്കിലും നോക്കെത്താ ദൂരത്തോളം പിങ്ക് വസന്തം കാണാനെത്തുന്നവരുടെ നിരയാണ്. അതിലേറ്റവും പ്രശസ്തമായത് മൗണ്ട് ഫുജിയിലെ ചെറി ബ്ലോസം ആഘോഷമാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇവിടുത്തെ ആഘോഷം അധികൃതർ റദ്ദാക്കിയിരിക്കുന്നു. വിചിത്രമായൊരു കാരണമാണ് ഇതിന് പിന്നിൽ. ആ കാരണത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുൻപ് ജപ്പാനും ചെറിയുമായുള്ള ബന്ധം എന്താണെന്നറിയണം. ജാപ്പനീസ് ജനതയുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ചെറിപ്പൂക്കൾ. രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും എല്ലാം ഈ പിങ്ക് പുഷ്പങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ആ ജനതയുടെ സ്വത്വമായി മാറിയ ചെറിപ്പൂക്കൾ ജപ്പാന്റെ ദേശീയ പുഷ്പം കൂടിയാണ്. സക്കുറ എന്ന പേരിലാണ് ജാപ്പനീസ് ഭാഷയിൽ ചെറി മരങ്ങൾ അറിയപ്പെടുന്നത്. ചെറി വസന്തകാലം സക്കുറ സീസൺ എന്നും അറിയപ്പെടുന്നു. ഫെബ്രുവരി മാസമാകുന്നതോടെ ഫുക്കുവോക്ക മുതൽ സപ്പോറോ വരെയുള്ള രാജ്യമെമ്പാടുമുള്ള പട്ടണങ്ങൾ പൂക്കളെ കൊണ്ട് നിറയും. ഓരോ പ്രദേശം കേന്ദ്രീകരിച്ചും പിന്നീട് മെയ് മാസം വരെ ആഘോഷമായിരിക്കും. പ്രാദേശിക ഭരണകൂടങ്ങൾ ഉത്സവങ്ങളും പിക്നിക് അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നു. ചെറിയുടെ രുചിക്കൂട്ടുള്ള ചായ, പരമ്പരാഗതമായിട്ടുള്ള ജാപ്പനീസ് പലഹാരങ്ങൾ, അങ്ങനെ എല്ലാം ആ സമയത്ത് ആസ്വദിക്കാം. ജാപ്പനീസ് ജനതയുടെ സമസ്ത മേഖലകളിലും ചെറിപ്പൂക്കളുടെ സ്വാധീനം കാണാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് ചെറി വസന്തകാലത്തെ മൗണ്ട് ഫുജി. അത്രയേറെ മനോഹരമാണ്. സ്വർഗം എന്താണെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ഇവിടെ ചെന്നാൽ മതി. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി കാണാനെത്തുന്നത് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ്. അത്രയേറെ ചന്തം കൂടിപ്പോയതാണ് മൗണ്ട് ഫുജി ഫെസ്റ്റിവലിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മുമ്പെങ്ങും ഇല്ലാത്ത വിധം ദിവസേന ഇവിടേക്ക് അക്ഷരാർത്ഥത്തിൽ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു പ്രദേശത്തിന് താങ്ങാവുന്നതിനും അപ്പുറം സഞ്ചാരികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതം തന്നെ ഇതോടെ ഇല്ലാതായി. വിനോദസഞ്ചാരികളിൽ നിന്ന് തുടർച്ചയായ അനിഷ്ട സംഭവങ്ങൾ നേരിടുകയാണ് ഇവിടുത്തെ ജനത. ആളുകളുടെ വീടുകളിലേക്ക് ഇടിച്ചു കയറുക, അനുവാദമില്ലാതെ ശുചിമുറികൾ ഉപയോഗിക്കുക, വീടുകളുടെ പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തുക, ഇത് തടയുന്ന നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുക, അങ്ങനെ മൊത്തം തകിടമറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടം. തിരക്ക് നിയന്ത്രണാതീതമായതോടെ വിനോദസഞ്ചാരികളെ പേടിച്ച് സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാൻ പോലും മടിക്കുന്ന അവസ്ഥയിലാണ് മാതാപിതാക്കൾ. തിരക്ക് നിയന്ത്രിക്കാനുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശ്രമങ്ങളും പാളി. ഇതോടെയാണ് നിവൃത്തിയില്ലാതെ ഇത്രയും പോപ്പുലറായിട്ടുള്ള ഉത്സവം നിർത്തിവെക്കാൻ അധികൃതർ നിർബന്ധിതരായത്. പൗരന്മാരുടെ അന്തസ്സും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉത്സവം റദ്ദാക്കിയെങ്കിലും മൗണ്ട് ഫുജി പരിസരത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. സഞ്ചാരികൾക്ക് കനത്ത നിയന്ത്രണങ്ങളും ഫീസും ഏർപ്പെടുത്തി എങ്ങനെയെങ്കിലും തിരക്ക് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ.